ഗുരുതരമായി കിഡ്നി രോഗം ബാധിച്ച് കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന അയ്യൻകുന്ന് പഞ്ചായത്തിലെ മൂന്നാം കുറ്റിയിൽ താമസിക്കുന്ന ബിന്ദുവിന് ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം കുറ്റിയിൽ താമസിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ബിന്ദു ബാബു എന്ന് പറയുന്ന സഹോദരി 47 വയസ്സ് ഗുരുതരമായ ലുക്കീമിയ രോഗബാധിതയായിട്ട് തലശ്ശേരി കോടിയേരി മലബാർ ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിലാണ്. അവർ കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ ഡോക്ടർ ചന്ദ്രൻ ഡോക്ടറുടെ കീഴിൽ ചികിത്സയിൽ നിന്നുണ്ട്. ഇപ്പോൾ അവരുടെ രോഗം അത് മരുന്ന് കൊടുത്തുള്ള ട്രീറ്റ്മെൻറ്റുകൾ കഴിഞ്ഞു. ഇനി ബോൺമാരോ ശസ്ത്രക്രിയ നടത്തണം. അപ്പോൾ അതിനുവേണ്ടി 10 ലക്ഷത്തോളം രൂപ നിലവിൽ അവിടെ ചിലവാകും. കാരണം പുറത്ത് നമ്മൾ 35 മുതൽ 50 ലക്ഷം രൂപ വരെ ചിലവ് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണിത്. പക്ഷേ നമ്മൾ കോടിയേരിയിൽ ആയതുകൊണ്ട് ഈ ലെവലിൽ നമുക്ക് ചികിത്സ നടത്താൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു, ഇത് അവിടുത്തെ ആദിവാസി സ്ത്രീയിൽ രോഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയതുകൊണ്ട് നമുക്ക് അവർക്ക് ഇതിനുള്ള ചികിത്സാ സഹായം കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് സന്നദ്ധ പ്രവർത്തകരെല്ലാവരും കൂടി ചേർന്ന് ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് അവർക്ക് ആവശ്യമായ മരുന്ന് അല്ലെങ്കിൽ ചികിത്സയ്ക്കുള്ള ഫണ്ട് സ്വരൂപിക്കാനായിട്ട് ഒരു സമിതി വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ഥലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാറാണ് ഇതിൻ്റെ രക്ഷാധികാരി. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് വിജയൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈപ്പിളിക്കുന്നൽ എന്നിവർ രക്ഷാധികാരികളായി. വാർഡ് മെമ്പർ ഫിലോമിന മാണി ചെയർമാനായും കൺവീനറായിട്ട് TS ശശിയും ട്രഷററായിട്ട് ബെന്നി പുതിയാപുറവും അടങ്ങുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുക. ഒപ്പം അതോടനുബന്ധിച്ച് മറ്റ് മെമ്പർമാർ, ജില്ലാ, ബ്ലോക്ക്, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് സന്നദ്ധ പ്രവർത്തകർ എല്ലാം ചേർന്ന ഒരു സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. അതിനുവേണ്ടി അങ്ങാടിക്കടവ് ഗ്രാമീൺ ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതിൻ്റെ ഗൂഗിൾ പേ നമ്പറെല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഉദാരമതികളുടെ ചികിത്സ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഈ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നത്. അപ്പോൾ ഇതോടനുബന്ധിച്ച് നമ്മളെ കഴിയുന്ന ചെറുതോ വലുതോമായ ഒരു തുക ഈ പാവപ്പെട്ട ഈ സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി നൽകി അവരെ രോഗമുക്തയാക്കി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളിതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് എല്ലാ മനസ്സുകളുടെയും അകമണിഞ്ഞ ഒരു സഹകരണം ഇതിനുവേണ്ടി പ്രതീക്ഷിക്കുന്നു. ഏറ്റവും നിർദ്ധനയായ ഒരു സ്ത്രീയാണ്. കേവലം 47 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ ഒരു മൂന്നാം കുറ്റിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നിന്നിരുന്ന ഒരു മാന്യ വ്യക്തിയാണ്, സ്ത്രീയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളെല്ലാം അവരുമായി പല കാര്യങ്ങളിലും ബന്ധപ്പെടുകയും അവരെല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ബന്ധപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ഇപ്പോൾ ഒരു നിർഭാഗ്യവശാൽ അസുഖത്തിൽ പെട്ടിയിലാണുള്ളത്. അതുപോലെ തന്നെ ആനപ്പള്ളി ബാങ്കിൻ്റെ പ്രസിഡന്റ് നമ്മുടെ അബ്രഹാം സാറുണ്ട്. അതുപോലെ തന്നെ ദിലീപുണ്ട്, ഫിലോ ചേച്ചി, നമ്മുടെ ശശിയേട്ടൻ, ഞങ്ങളെല്ലാം കൂടിയിട്ട് ഇത് സജീവമായിട്ട് ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണങ്ങൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പിള്ളിക്കുന്നേൽ, മുടയരിഞ്ഞി വാർഡ് മെമ്പർ ഫിലോമിന മാണി, ദിലീപ് മോഹനൻ, OA അബ്രഹാം മാസ്റ്റർ, TG ശശി, ബെന്നി പുതിയാമ്പുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 50,000 രൂപയോളം ആ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളുകൾ അപ്പോൾ തന്നെ ഉടനെയായിട്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ 9 ലക്ഷം രൂപയോളമാണ് ബാക്കി നമുക്ക് പൂരിപ്പിക്കുന്നത്. ഓഗസ്റ്റ് 15 ആകുമ്പോഴേക്കും നമുക്ക് ഈ പൈസ കൊടുക്കണം. ഇതിലെ ഓപ്പറേഷൻ നടക്കും. എന്നാൽ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുക. ഇന്നലെ അവരെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഓഗസ്റ്റ് 15 നമ്മൾ ഫണ്ട് സ്വരൂപിച്ച് ചികിത്സയ്ക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ സമാനമായ പല രോഗികൾക്ക് വേണ്ടിയും ഫണ്ട് സ്വരൂപിച്ചിട്ടുണ്ട്. കിഡ്നി മാറ്റിവെക്കൽ ഉൾപ്പെടെ സ്വരൂപിച്ചിട്ടുണ്ട്. അതിനൊരു പ്രയാസം നേരിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. വിദേശത്തുള്ളവരുടെ എല്ലാം ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഗൂഗിൾ പേ നമ്പർ ഉൾപ്പെടെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ മകൻ്റെയും അതുപോലെ ഈ കമ്മിറ്റി ചെയർമാൻ്റെയും കൺവീനറുടെയും പേരിലാണ് ഈ ജോയിന്റ് അക്കൗണ്ടിനാണ് പങ്കെടുത്തത്. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വർണം സ്നേഹമാണ്. MS Gold & Diamonds, മെയിൻ റോഡ്, ഇരിട്ടി.